ഗൈസ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചെങ്കിലും ഇതുവരെ ഞാൻ ഉപയോഗിച്ച് നോക്കിയില്ലായിരുന്നേ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ഫ്രീസായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് തുറന്നുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു ഇതൊക്കെ വലിച്ച് തുറന്നു. അപ്പോൾ ഇതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ അരിപ്പൊടിയും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുത്തിൽ അരച്ചെടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മുഖം നമുക്ക് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഹാ, നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പ്ലീസ് ഇതുമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല, നമ്മുടെ ഡ്രസ്സിൽ മൊത്തം ആകും. കാരണം ഇത് വാട്ടറിൻ്റെ കണ്ടൻ്റാണല്ലോ കൂടുതൽ. അപ്പോൾ നമുക്കിത് കൊണ്ട് ഇങ്ങനെ നിന്ന് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കൂളിംഗ് ആണ് കേട്ടോ ഗൈസ്. ഇത് അരിപ്പൊടിയും നമ്മൾ സാധാരണ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ഞാൻ ഫ്രീസ് ചെയ്തെടുത്താണ് കേട്ടോ ഗൈസ്. നല്ല ഉച്ചേതനാണെന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖമൊക്കെ ക്ലെൻസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ മുഖത്തിന് നല്ല കളറുണ്ട്, അവനൊക്കെ അടിപൊളിയാണ് അല്ലേ. അരിപ്പൊടിയും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അയ്യോ, ഇതുപോലൊരു ഐസ് പരിപാടി എന്നല്ല, ഐസ് നമ്മൾ മുഖത്ത് വെച്ചിട്ടും ഇതേപോലെ മറ്റുള്ള സാധനങ്ങളൊന്നും വെച്ച് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് തന്നെ പോലും ഭയങ്കര തണുപ്പാട് കേസ്. ഭയങ്കര തണുപ്പ്, കൊടുത്തും തണുപ്പ്. നെക്കിലും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല തണുപ്പ് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഗൈസ്. അമ്പോ അയ്യോ, അയ്യോ ഗൈസ്, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ കൊഴുന്നാണ് കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് എൻ്റെ മുഖത്ത് കുറച്ച് ബ്രൈറ്റൻ ആവുന്നുണ്ട്. ഇത് വെച്ചിട്ടുള്ള മസാജ് അടിപൊളിയാണെങ്കിലും നമുക്ക് തണുപ്പ് പിടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അയ്യോ, എനിക്ക് കുറച്ച് റിസ്ക്. എന്തായാലും നല്ല പോലെ ഇത് മൊത്തത്തിൽ മുഖത്തും കഴുത്തിലും ഒക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഇതെൻ്റെ കേസ് ഇതേ ഇങ്ങനെ പോണ്ടിരിക്കുകയാണ്.